വെൽക്കം ടു എഡീനായ അക്കാഡമി. എഡീനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപനം 20/2026. വിജ്ഞാപന തീയതി 30/5/2026. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 30/6/2026. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ: ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ, അതായത് www.cseb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാറ്റഗറി നമ്പർ 20/2026. തസ്തികയുടെ പേര് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. വിദ്യാഭ്യാസ യോഗ്യത ക്വാളിഫിക്കേഷൻ MCA അല്ലെങ്കിൽ ബിടെക്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് യോഗ്യത വരുന്നത്. എക്സ്പീരിയൻസ്: മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് 3 years ആസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓർ equivalent post in any recognized institution is desirable. സംഘത്തിന്റെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ നോക്കാം. വരടിയം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ക്ലിപ്തം നമ്പർ 575, തൃശ്ശൂർ, പിൻകോഡ് 680 541, ഫോൺ നമ്പർ 0487221123. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വേക്കൻസി വരുന്നത് 1. ജനറൽ കാറ്റഗറിയിലാണ്. ശമ്പള സ്കെയിൽ 26,580 മുതൽ 63,790 വരെ. അടുത്തത് നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലേക്കാണ്. ക്ലിപ്ടൺ നമ്പർ 527. ക്ലിപ്ടൺ നമ്പർ 527 ആണ്. കാസർഗോഡാണ്. പിൻകോഡ് 671 ഫോൺ നമ്പർ 0467228135. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. ജനറൽ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ശമ്പള സ്കെയിൽ 26,580 മുതൽ 63,790 വരെ. സ്കെയിൽ ഓഫ് പേ ആണ്. പ്രായപരിധി 1/1/2026 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. പട്ടികജാതി അഥവാ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതു വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും, അതായത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3 വർഷത്തെ ഇളവും, ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും, വിധവർക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ അഭിമുഖമായി പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ 13/8/2024 ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി ഫീസിന്റെ കൂട്ടത്തിൽ അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സുള്ളവർ ലഭിക്കുന്നവർക്കും ഉൾപ്പെടെ സഹകരണ ചട്ടപ്രകാരം ഒരു സംഘം അഥവാ ബാങ്കിന് 150 രൂപയും
തുടർന്നുള്ള ഓരോ സംഘം അഥവാ ബാങ്കിന് 50 രൂപ അധികമായും പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഇപ്പോൾ 2 ബാങ്കിലേക്കാണ് വിളിച്ചത്. 2 ബാങ്കിലേക്കും അപേക്ഷിക്കുന്നവർ 200 രൂപ ഫീസായിട്ട് അടയ്ക്കണം. ജനറൽ കാറ്റഗറി പട്ടികജാതി അഥവാ പട്ടികവർഗ വിഭാഗത്തിൽ അപേക്ഷയിലെ സംഘം അഥവാ ബാങ്കിന് 50 രൂപ. തുടർന്നുള്ള ഓരോ സംഘം അഥവാ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. SC കാറ്റഗറിക്കാർക്ക് ഫീസ് വരുന്നത് 100 രൂപയാണ് 2 ബാങ്കിനുള്ളിൽ. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് www.keralacecb.kerala.gov.in പരിശോധിച്ച് വിജ്ഞാനം വായിച്ചു നോക്കിയതിനു ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/6/2026. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതിക്ക് മുമ്പായിട്ടാണ്. വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/6/2026. Thanks for watching my channel. Thanks for watching my videos. എഡിന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് കൂടുതൽ പേരിൽ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel. Thank you for watching my videos. Thank you.